പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ പോയപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമമുണ്ടായപ്പോൾ വ്ളാഡിമിർ പുടിൻ, അതായത് റഷ്യയുടെ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംരക്ഷിച്ചത്. ഇത് ഒരു കോൺസ്പിറസി തിയറിയാണ്. ഈ കോൺസ്പിറസി തിയറി നമ്മുടെ രാജ്യമെമ്പാടും വൈറലായി ഒരു സമയത്ത് പ്രചരിച്ചിരുന്നു. പല മാധ്യമങ്ങളിലും ഇത് വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനായി അമേരിക്ക പദ്ധതിയിട്ടിരുന്നുവെന്നും അതിനായി ബംഗ്ലാദേശിലേക്ക് ടെറസ് ജാക്സൺ എന്ന് പറയുന്ന ആളെ ഇറക്കിയിരുന്നുവെന്നും അയാൾ പൊളോണിയം കഴിച്ച് മരിച്ചുവെന്നും പൊളോണിയൻ റഷ്യയുടെ ചാരന്മാരുടെ കയ്യിലുള്ള വിഷമാണെന്നും പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള പ്ലാൻ പുടിൻ നേരിട്ടറിഞ്ഞ് അദ്ദേഹത്തെ 45 മിനിറ്റ് പ്രധാനമന്ത്രിയെ പുടിൻ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കാറിൽ ഇരുത്തിയെന്നും പ്രധാനമന്ത്രിയെ അദ്ദേഹം കാറിലേക്ക് കയറ്റാനായി 10 മിനിറ്റ് വെയിറ്റ് ചെയ്തുവെന്നുമാണ് ഈ കഥ. യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത്? ഇത് നമ്മുടെ രാജ്യത്തെത്തിയ വ്ളാഡിമിർ പുടിനോട് അല്ലെങ്കിൽ റഷ്യയുടെ പ്രസിഡന്റിനോട് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണ്. ഏറ്റവും വലിയ ഭാഗ്യശാലികളായ മാധ്യമപ്രവർത്തകരാണ് അവർ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഇന്ത്യയുടെ മാധ്യമപ്രവർത്തകർ അദ്ദേഹവുമായി അഭിമുഖം നടത്തുകയാണ്. ഈ സാഹചര്യത്തിൽ അവർ ഈ വിഷയം എടുത്തിട്ടു. പുടിൻ ഒരു പുഞ്ചിരിയോടുകൂടിയാണ് ഇത് കേട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹം തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞത്, എന്താണ് താങ്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും 45 മിനിറ്റ് കാറിനുള്ളിൽ സംസാരിച്ചത് എന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് ഞങ്ങളൊന്നും സംസാരിച്ചില്ല, ഞങ്ങൾ കുശലം പറഞ്ഞിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ വ്ളാഡിമിർ പുടിൻ ഒരു ചെറുപുഞ്ചിരിയോടെ മറുപടി നൽകിയത്. അതിനകത്ത് ഈ കോൺസ്പിറസി തിയറിയൊക്കെ വെറുതെയാണ്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പ്രധാനമന്ത്രി എൻ്റെ നല്ല സുഹൃത്താണ്, അതായത് മോഡി എൻ്റെ നല്ല സുഹൃത്താണ്. അദ്ദേഹത്തെ കാറിൽ കയറ്റിയിരുത്തി ഞാനും അദ്ദേഹം കുശലാന്വേഷണം നടത്തി, കുശലം പറഞ്ഞിരുന്നു. അതല്ലാതെ അതിനകത്ത് മറ്റൊന്നും സംഭവിച്ചിരുന്നില്ല, നയപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ്റെ മറുപടി പുറത്തു വന്നിരിക്കുന്നത്, അഥവാ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.